AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഫോണിൽ വിളിച്ച് സംസാരിച്ച് പ്രേംകുമാറിന് കോൺഗ്രസിലേക്ക് ക്ഷണം ലഭിച്ചുവെന്നാണ് വിവരം. കോൺഗ്രസിലേക്ക് പോകാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും ജീവിതത്തിൽ ദൈവനിശ്ചയപ്രകാരം നടക്കുന്ന കാര്യങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകുമെന്നുമാണ് പ്രേംകുമാറിന്റെ പ്രതികരണം. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ്. കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ഞാൻ ചെമ്പഴന്തി എസ് എൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSUവിൻ്റെ ആർട്സ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ഒരു മേഖലയുമായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല. പിന്നെ ഞാൻ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചെന്തെങ്കിലും അങ്ങനെ ജീവിതത്തെ സമീപിക്കുന്ന ഒരാളല്ല. അപ്പോൾ നാളെ എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാനൊരു കോൺഗ്രസ് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സ്വാഭാവിക നടപടിയാണെന്ന മന്ത്രി സജി ചെറിയാന്റെ വാദം പ്രേംകുമാർ തള്ളി. ബിനിൽ ലീല സാബു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, എന്തായാലും പ്രേംകുമാർ വലിയ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. അതിനു പിന്നാലെ അത് രാഷ്ട്രീയപരമായി കൂടി വലിയ സംഭവമായി മാറുന്നു. ഇനി പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അതിന്റെ സൂചന എന്നോണമാണോ ഇപ്പോൾ KC വേണുഗോപാലിനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞത്? അത് എന്ന വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പ്രേംകുമാറിന്റെ പ്രതികരണം? കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മുൻകൂട്ടി തന്റെ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്യാറില്ല, അത് സംഭവിക്കുമ്പോൾ സംഭവിക്കും, ദൈവവിശ്വാസിയാണ്, ആ വിശ്വാസത്തിലൂന്നി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പഴയ കോൺഗ്രസ് ആയിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. പണ്ട് KSUവിലൂടെയാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടിയുമായി അടുപ്പമുള്ള കുടുംബമാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് കുടുംബമാണ് തൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതിനുള്ള കാരണം KC വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഫോണിലാണ് സംസാരിച്ചത്. പ്രധാനമായും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും അതിൽ ഇനിയിപ്പോൾ പ്രതികരിക്കേണ്ടത് പ്രേംകുമാറാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും പോകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് KC വേണുഗോപാലുമായി ഇന്നിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. സ്വാതി. ശരി വിനിൽ.